തുർക്കിയും ഇസ്രായേലും സുഖകരമല്ലാത്ത ബന്ധത്തിലാണ് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അധികം വൈകാതെ ഇരു രാജ്യങ്ങളും ഏറ്റുമുട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ അത് തള്ളിക്കളയാനും കഴിയില്ല. ശരിക്കും ഇസ്രായേൽ തുർക്കിയെ കയറി ആക്രമിക്കുമോ? തുർക്കിയെ ആക്രമിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അത് എന്തിനെന്നുള്ളൊരു ചോദ്യം അപ്പോഴേക്കും ഉയർന്നു വരും. സ്വാഭാവികമായും നമുക്കറിയാം, ഈ തുർക്കി എന്ന് പറയുന്നത് ഹമാസുകളുടെ അല്ലെങ്കിൽ ജിഹാദികളുടെ സുഡാപ്പികളുടെയൊക്കെ മാതൃരാജ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പാകിസ്ഥാനാണോ എന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ രണ്ടാനമ്മ എന്ന് വേണമെങ്കിൽ പറയാമെങ്കിൽ സ്വാഭാവികമായിട്ടും പറയപ്പെടുന്ന ഒരു രാജ്യം തുർക്കിയാണ്. ഇപ്പൊ ഇന്നലെ തന്നെ തയ്യിബ് എർദോഗൻ പറഞ്ഞത് എന്താണ്? ഹിറ്റ്ലറോട് ഉപമിച്ചിരിക്കുകയാണ് നെതന്യാഹുവിനെ. നെതന്യാഹു എന്താണ് പറഞ്ഞത്? നെതന്യാഹു പറഞ്ഞത് ജെറുസലേം ഇസ്രായേലിൻ്റെതാണ്, അത് പിടിച്ചടക്കുക തന്നെ ചെയ്യും. അതായത് സന്ധിയില്ലാ സമരമാണ്, സന്ധിയില്ലാ യുദ്ധമാണ് ഇപ്പോൾ ഭീകരതയോട്, ഹമാസുകളോടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക രാജ്യത്തോടോ അല്ല, ഭീകരതയോടാണ് ഇസ്രായേൽ പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഖത്തറിനെ ഇസ്രായേൽ അടിച്ചു. ഇസ്രായേൽ അടിച്ചപ്പോൾ സത്യത്തിൽ ഇപ്പുറത്ത് തുർക്കിക്കും നൊന്തു. തുർക്കിക്ക് നോവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, എന്തിനാണ് ഈ ഖത്തറിനെ ഇസ്രായേൽ അടിച്ചത് എന്നുള്ളത് തുർക്കിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഈ ഹമാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ പ്രവൃത്തി ഇപ്പുറത്ത് തുർക്കിയും ചെയ്യുന്നുണ്ട്. ഹമാസ് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല, ഖത്തർ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ പ്രവൃത്തി ഇപ്പുറത്തെ ഈ പറയുന്ന തുർക്കി ചെയ്യുന്നുണ്ട്. അതായത് ഖത്തർ ഹമാസുകളെ സംരക്ഷിക്കുമ്പോൾ അവർക്ക് കാറ്, ബംഗ്ലാവ്, എല്ലാ സൗകര്യങ്ങളും, ഒളിച്ചു താമസിക്കാൻ ഇത്രയും സൗകര്യമായിട്ടുള്ള ഒരു ഇടം കൊടുക്കുന്നു. വെടിനിർത്തൽ ചർച്ചകൾക്ക് വേണ്ടി അവരെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ ഏതാണ്ട് 2013 കാലഘട്ടം മുതൽ അവരെ വളരെ പൊന്നുപോലെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായിരുന്നു ഖത്തർ എന്ന് പറയുന്നത്. അതേ രീതിയിൽ തന്നെ ഈ ഭീകരവാദികൾക്ക് അല്ലെങ്കിൽ ജിഹാദികൾക്ക് ഒളിച്ചു താമസിക്കാനുള്ള ഒരു ഇടം നൽകുകയാണ് തുർക്കി. മാത്രമല്ല, തുർക്കിയുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്താണ്? അവരുടെ മെയിൻ ഇൻകം എന്ന് പറയുന്നത് ഈ ഭീകര സംഘടനകൾക്കൊക്കെ ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ ഇറാനുമായിട്ടുള്ള ഒരു വിഷയം വരുന്നുണ്ട്. ഇറാനോട് പ്രത്യേകിച്ച് ഇസ്രായേലിന് ഒരു ഒരു വൈരാഗ്യമോ ഒന്നുമല്ല. പക്ഷേ ഈ ഇറാൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് അവരെ ആക്രമിക്കാനുള്ള ഒരു കാരണമായിട്ടുള്ളത്. കാരണം ഈ ഹൂതികൾക്കും ഹിസ്ബുള്ളയ്ക്കും ഒക്കെ ഫണ്ട് ചെയ്യുന്നതിൽ ഒരു രാജ്യം എന്ന് പറയുന്നത് ഇറാനാണ്. അപ്പോൾ ഇറാന്റെ ഭീകരർക്ക് അനുകൂലമായിട്ടുള്ള പ്രവൃത്തികൾക്ക് നേരെ തന്നെയാണ് അവിടെയും ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്ന തുർക്കിയെ അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇന്നലെ ഗസ ഏതാണ്ട് പിടിച്ചെടുത്തു കഴിഞ്ഞു. ഗസ പൂർണ്ണമായിട്ടും ഇസ്രായേലിന്റെ കൈവശമായി കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്തത് എന്തായിരിക്കും എന്നുള്ളത് എർദോഗന് നന്നായിട്ട് അറിയാം. എർദോഗൻ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. സത്യത്തിൽ ഹിറ്റ്ലറോട് ഉപമിച്ച്, ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഹിറ്റ്ലറോട് ഉപമിച്ചുകൊണ്ട് സത്യത്തിൽ എർദോഗൻ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഈ ശ്രദ്ധ ക്ഷണിക്കുന്നത് എന്തിനാണ്? അല്ലയോ രാജ്യങ്ങളെ നോക്കൂ, ഇനി ഞങ്ങളെയാണ് അടിക്കാൻ പോകുന്നത് എന്ന് പറയുകയാണ്. അപ്പൊ ഈ പറയുന്ന ഭീകര സംഘടനകൾക്ക് മുഴുവൻ ആയുധം എത്തിച്ചു കൊടുക്കുന്ന ഒരു നടപടി, ഈ പരിപാടി അമേരിക്കക്ക് അറിയില്ലേ? അമേരിക്കക്ക് കൃത്യമായിട്ട് അറിയാം തുർക്കി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. നമുക്ക് നന്നായിട്ട് അറിയില്ലേ? കാരണം നമ്മളെ ആക്രമിക്കാൻ പാകിസ്ഥാന് ആയുധം കൊടുത്തത് ആരാണ്? അതും തുർക്കിയാണ്. അപ്പൊ തുർക്കിയുടെ രീതികൾ എന്താണ് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പൊ സിറിയയിലെ വിമതന്മാർക്ക് എത്തിച്ചു കൊടുക്കുക, ഇറാന്റെ പ്രോക്സികൾക്ക് ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുക, ഹമാസിന് വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുക, ഇതെല്ലാം നടക്കുന്നുണ്ട്. അപ്പൊ തുർക്കിയും മറ്റൊന്ന് പാകിസ്ഥാൻ, ഹമാസിന്റെ നേതാക്കൾക്ക് ഏറ്റവും സുഖ സൗകര്യത്തോടു കൂടി ഭീതിയൊന്നുമില്ലാതെ താമസിക്കാൻ കഴിയുന്ന ഒരു ഇടം കൂടിയാണ്. മാത്രമല്ല, പാകിസ്ഥാനെ അടിക്കുമെന്ന് ഇസ്രായേൽ പറയാൻ കാരണം പാകിസ്ഥാൻ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടില്ല. ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ഈ മതഭരണകൂടം ഭരിക്കുന്ന രാജ്യങ്ങൾ, ആ രാജ്യങ്ങളെയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്ന് നെതന്യാഹു പറയുന്നുണ്ട്. കാരണം അവർക്ക് അറിയാം, ആണവായുധമുള്ള മതഭീകരർ ഭരിക്കുന്ന രാജ്യങ്ങളുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്രായേൽ ആയിരിക്കും എന്നുള്ളത് അവർക്കറിയാം. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനാണ് അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ ഇസ്രായേലാണ് പാകിസ്ഥാനിൽ നിന്ന് ലക്ഷ്യം ഒരല്പം തിരിച്ച് തുർക്കിയിലേക്ക് പോർമുന തുറന്നു വെക്കുന്നത് എന്നുള്ളതാണ്. ഈ പാകിസ്ഥാൻ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ ഹമാസ് കൂടുതൽ ട്രെയിനിങ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പൊ ഈ വാർത്തകളെല്ലാം ഇതിനിടയിൽ വന്നു പോകുമ്പോഴും നമ്മൾ പറയാത്തൊരു കാര്യം, തുർക്കിയിലും വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ഈ യസീദികൾക്കെതിരായിട്ടുള്ള പല പ്രക്ഷോഭങ്ങളും അവരുമായിട്ടുള്ള ഏറ്റുമുട്ടലും ഒക്കെ അവിടെ നടക്കുന്ന ഒരു സാഹചര്യമാണ്. എർദോഗന് എതിരെയുള്ള ഒരു വികാരം അവിടെ രൂപപ്പെട്ടു വരികയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ ഈ ഹമാസിന്റെ ലീഡർമാർ
പാക് അധിനിവേശ കാശ്മീരിൽ വന്നിട്ട് പറഞ്ഞു അടുത്ത ലക്ഷ്യം ഞങ്ങൾക്ക് ഇന്ത്യയാണ്, ഇന്ത്യ പിടിച്ചെടുക്കും എന്നാണ് പറയുന്നത്. പക്ഷേ അവർക്ക് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നേരെ മൂത്രം വയ്ക്കാനുള്ള ഒരു സമയം പോലും ഇല്ല. അടി നാല് പാടുന്ന അടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇസ്രായേൽ ആണെങ്കിൽ 4 പാട് നമ്മൾ 360 ഡിഗ്രി തിരിഞ്ഞുകൊണ്ടാണ് ആക്രമണം മുഴുവൻ അഴിച്ചുവിട്ടിരിക്കുന്നത് ഇവന്മാർക്കെതിരെ ഉള്ളത്. അപ്പൊ ഇത്തരത്തിൽ പറയുന്ന ഒരു സാഹചര്യത്തിൽ സമാധാനത്തിൽ എന്തെങ്കിലും പോവുകയാണെങ്കിൽ ഈ തുർക്കിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. തുർക്കി വിചാരിക്കുന്നത് നാറ്റോയിലുള്ള സഖ്യകക്ഷി ആയതുകൊണ്ട് തന്നെ നാറ്റോ രാജ്യങ്ങൾ ഇവരെ ആക്രമിക്കുമ്പോൾ നഖശിഖാന്തം ഇവർ തിരിച്ചെതിർക്കുമോ എന്നുള്ളതാണ്. പക്ഷേ നാറ്റോ രാജ്യങ്ങൾക്ക് അവിടെ ഇടപെടുന്നതിനൊരു പരിധി വരും. കാരണം ഇസ്രായേൽ ഏത് രീതിയിൽ എന്ത് ചെയ്യുമെന്നുള്ള ഒരു ഭയം അവർക്ക് പോലുമുണ്ട്. അപ്പൊ ഈ പറയുന്ന ഫണ്ടുകളെല്ലാം തന്നെ കൊടുക്കുന്നത് ഖത്തറിനകത്ത് ഈ പറയുന്ന ഹമാസുകളെയൊക്കെ വെച്ച് ഹമാസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയായിരുന്നു ഖത്തറിന് നേരെയുള്ള ആക്രമണം. എർദോഗനാണ് ഇപ്പോൾ ഹമാസിനൊപ്പം ഹൂതികൾക്കുമൊക്കെ ഹൂതി വിമതർക്കും ഒക്കെ ഹിസ്ബുള്ളയ്ക്കും ഒക്കെ ആയുധങ്ങൾ എത്തിച്ചു കൊണ്ടു കൊടുക്കുന്നത്. വിമതരായ സംഘടനകളുണ്ട്. വിമതരായ അവിടെയുള്ള സംഘടനകൾ വഴിയാണ്, അതായത് നേരിട്ടല്ല, ഒരു തേർഡ് പാർട്ടി മുഖേനയാണ് ഈ ആയുധങ്ങളെല്ലാം ഇവർക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നാറ്റോ ഇടപെടാനുള്ള സാധ്യതകൾ കുറവാണ് എന്ന് ചോദിച്ചാൽ ഇത് അടിക്കുന്നത്, അതായത് ഇസ്രായേലിന്റെ അടി വരുന്നത് ഈ തുർക്കി പാർലമെന്റിലോ അല്ലെങ്കിൽ സൈനികരുമായിട്ടുള്ള ഒരു അറ്റാക്കിനല്ല, ഇവരുടെ ഭീകരർക്ക് നേരെയായിരിക്കും. നേരിട്ടൊരു അറ്റാക്ക് ആയിരിക്കില്ല. ഈ വിമത സംഘടനകൾ വഴി എത്തിക്കുന്നത് കൊണ്ട് തന്നെ വിമത സംഘടനകൾക്ക് നേരെയായിരിക്കും സ്പോട്ട് ചെയ്ത് ഹോട്ട് ലിസ്റ്റിലിട്ട് ഇസ്രായേൽ അടിക്കാൻ പോകുന്നത്. അപ്പൊ നേരിട്ട് നാറ്റോ രാജ്യങ്ങൾക്ക് ഇതിലേക്ക് ഇടപെടാനും സാധിക്കില്ല, അവർ മാറി നിൽക്കും. ആ ഒരു രീതി, അപ്പൊ അത്തരത്തിലൊരു രാജ്യം പിടിച്ചെടുക്കുക എന്നുള്ള രീതിയിലേക്കല്ല ഇവരുടെ അറ്റാക്ക്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇവർക്ക് മറ്റു രാജ്യങ്ങൾ പിടിച്ചടക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി റഷ്യക്കായാലും പിടിച്ചടക്കുന്നതൊക്കെ ഇവർ ഈ ഏറ്റവും ഒടുവിലത്തെ ഘട്ടത്തിലാണ്. ഇനി വിട്ടുകൊടുക്കാൻ കഴിയില്ല. കാരണം അവിടെ വീണ്ടും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ അവരെ സംബന്ധിച്ച് പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ട് അവർ വിട്ടുകൊടുക്കാതിരിക്കുന്നത്. ഇപ്പൊ ഇസ്രായേലിനെ ആയാലും ഈ പറയുന്ന ഇറാനോ അല്ലെങ്കിൽ യമനോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ അവരെ ആക്രമിക്കുന്ന അവർക്ക് നേരെയുള്ള ഏതെങ്കിലും ഒരു രാജ്യമോ ഇപ്പൊ ഖത്തറിനെ പിടിച്ചെടുത്തിട്ട് എന്ത് ചെയ്യാനാണ്? ഖത്തറിനെ അല്ല അവർക്ക് ആക്രമിക്കേണ്ടത്. പകരം അവർക്ക് നേരെ വാളോങ്ങുന്ന ഭീകരർക്ക് അഭയം കൊടുക്കുന്നത് കൊണ്ട് അവർക്കുള്ള മറുപടി എന്നുള്ള രീതിയിലാണ്. അതായത് ഒരു രാജ്യം പിടിച്ചെടുക്കാൻ വേണ്ടി ഒരിക്കലും ഇസ്രായേൽ ആക്രമിക്കുന്നില്ല, മറിച്ച് ഭീകരർക്കെതിരെയുള്ള കാര്യങ്ങളാണ്, തിരിച്ചടിയാണ് ഉണ്ടാവുക. പിന്നെ ഒരു കാര്യം, ആയുധം നിർമ്മിക്കുന്ന ഫാക്ടറികൾ ഇല്ലെങ്കിൽ ഇവർക്ക് എതിരെ വരുന്ന കാര്യങ്ങളൊന്നും, ആക്രമണങ്ങൾ ഉണ്ടാവില്ല. അതായത് ആയുധം ഈ തിരിച്ചടിയിൽ ഖത്തർ പാഠം പഠിക്കുകയാണെങ്കിൽ ഒരിക്കലും ഇനി ഖത്തർ ഹമാസുകൾക്കോ അല്ലെങ്കിൽ മറ്റ് ജിഹാദികൾക്കോ ഇത്തരത്തിൽ അഭയം നൽകില്ല. അപ്പോൾ അഭയം നൽകാതിരിക്കുമ്പോൾ അവർ സ്വാഭാവികമായി അവർക്ക് നിലനിൽപ്പുള്ള ഇടത്തേക്ക് വരും. അതായത് ഇസ്രായേലിന്റെ കാൽച്ചുവട്ടിലേക്ക് ഈ ജിഹാദികൾക്ക് വരും. ജിഹാദികൾ ഇസ്രായേലിന്റെ കാൽച്ചുവട്ടിൽ വന്ന പിന്നെ ഇസ്രായേലിന് കാര്യങ്ങൾ എളുപ്പമായില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് തീർക്കാൻ പറ്റും, ഇവരെ പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കാൻ പറ്റും. ഈ ഭീകരവാദത്തെ പൂർണ്ണമായിട്ടും തീർക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഏതെങ്കിലുമൊക്കെ കോണിൽ നിന്ന് ഇതിങ്ങനെ പൊട്ടി മുളച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് നേരെ വരുന്നവരെ മുഴുവൻ നേർക്ക് നിന്ന് തീർക്കാൻ മാത്രമേ ഇതിലൂടെ സാധിക്കുകയുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും തോന്നുന്നത് ഈ തുർക്കിയെ ആക്രമിക്കും, അതും പാകിസ്ഥാനെ ആക്രമിക്കുന്നതിന് മുമ്പ് തുർക്കിയെ ആക്രമിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പോർമുനകൾ തുറന്നു വെച്ചിട്ടുണ്ട് നെതന്യാഹു. അത് വളരെ എന്താ പറയാ, ഇവർ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം, നമ്മൾ പറയാം അതുക്കും മേലെ എന്ന് പറയുന്ന ഒരു രീതിയിൽ തന്നെ ആയിരിക്കും ഈ ആക്രമണങ്ങൾ. അത് നാറ്റോ രാജ്യങ്ങൾക്ക് ഇടപെടാനുള്ള സാധ്യതകൾ കുറവാണ്. കാരണം നേരിട്ട് ഒരു പാർലമെന്റ് ആക്രമിക്കുക അല്ലെങ്കിൽ ആ രാജ്യത്തെ ഭരണം പിടിക്കാനോ ഒന്നിനും വേണ്ടിയിട്ടല്ല ഈ ആക്രമണം. വിമതർക്ക് നേരെയായിരിക്കും. വിമതർക്ക് നേരെ ആയതുകൊണ്ട് തന്നെ നാറ്റോയ്ക്ക് കൈ കഴുകി മാറി നിൽക്കാൻ മാത്രമേ കഴിയുള്ളൂ. ഈ സാധ്യതകളെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് നെതന്യാഹു തുർക്കിയോട് ഏറ്റുമുട്ടാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.